പോണവൻ രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ പിടിച്ചോ. ഇതൊക്കെ എന്ത്? ഇവളെനിക്ക് ചോറ് തന്നു ഗായ്സ്. പിടിക്കവനെ എന്നെ. ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പു ഗായ്സ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മളുടെ മൊട്ടയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഷൂട്ടാണ്. മൊട്ടയെന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കും മുട്ടയാ ദാരി അറിയാൻ വഴിയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. മുട്ടയെന്ന് പറയുമ്പം നമ്മളുടെ മാമായുടെ മോനാണ്, മാമായുടെ ചെറുമോനാണ് മുട്ടയെന്ന് പറയുന്നത്. അവന് 1 വയസ്സാവാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് അവൻ്റെ ഫോട്ടോഷൂട്ട്, അതായത് അവനൊരു കാറൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ കാറിൽ ഇങ്ങനെ പോകുന്ന ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഞാനുണ്ട്, വാവയുണ്ട്, പിങ്കിയുണ്ട്, പിന്നെ അവൻ്റെ ഉമ്മ ഉണ്ട്, പിന്നെ അവനുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് പോണത്. അപ്പോൾ ഇന്നത്തെ വിശേഷം കാണാം. ഹായ് ഗായ്സ്, ഹലോ ഗായ്സ്. ഇവളെനിക്ക് ചോറ് തന്നു ഗായ്സ്. ഇവളെ ചോറിൻ്റെ അകത്ത് പൊരിച്ച മീനുണ്ട്, തോരനുണ്ട്, പിന്നെ മീൻകറിയുണ്ട്, മീനുണ്ട്. കൊള്ളാവോ? നമ്മൾക്ക് വെച്ചാന്ന് തോന്നുന്നു. അങ്ങനത്തെ ടേസ്റ്റ്. ഉണ്ടമുളകിട്ട് കറി നല്ല ഫ്ലേവർ ഉണ്ട് ഗായ്സ്. ഫുഡ് നല്ല ഫുഡ്. പിന്നെ നല്ലതാണോ മച്ചി ഇവിടെ പറയണോലെ ചാട്ടിന് പൊളിപ്പിക്കുന്നു. അടിയിലാണ് പൊരിച്ച മീൻ. ഇവിടെ കള്ളി അടിയിൽ ഒളിപ്പിച്ച് വെച്ച് ഗായ്സ്. ആദ്യം ഞാൻ ഇവർക്ക് മര്യാദയ്ക്ക് ചോദിച്ച് പൊരിച്ച മീനുണ്ട്, ചോറ് തരട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു പൊരിച്ച മീൻ മാത്രം മതി. അപ്പോൾ പൊരിച്ച മീൻ്റെ ടേസ്റ്റ് കുടിച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് ചോറും വേണം. അങ്ങനെ ഞാൻ ചോറും പിന്നെ എടുത്ത് കൊടുത്തതാണ് ചോറും ഇതെല്ലാം. ഇതിന്റെ അടുത്ത് ഞാൻ ആദ്യമേ ചോറ് വേണമോ നല്ല രീതിയിൽ ചോദിച്ചത്. അക്ഷരം ഒന്നും മാറിപ്പോയിട്ടില്ലല്ലോ അല്ലേ? ഞാൻ കഴുകിയിട്ട തുണിയാണ്. ഭയങ്കര കാര്യം തന്നെ. സത്യമായിട്ട് ഞാൻ കഴുകിയിട്ട തുണിയാണ്. എന്റെ കൈയാണോ വാഷിംഗ് മെഷീൻ ആണ്? അത് ഞാനാണെന്നേ ഉള്ളൂ. കിട്ടിയും കഴിക്കും. ഒരു ചോറ് പോയാൽ അതിനുള്ള എന്തോന്നും നമ്മൾ പറയണം, എന്തോന്നും പറയുമല്ലേ, ഊതിയിട്ട് തിന്നണം. അതാണ്. ഒരു വറ്റ് പോലും കളയാൻ പാടില്ല മിസ്റ്റർ ഫാത്തിമ സൽമാൻ. കളഞ്ഞില്ല, തിന്നണം. കണ്ണ് ഗൈസ്, നിങ്ങൾക്ക് കണ്ണ് ഇഷ്ടമാണ്? കണ്ണ് ഇഷ്ടമുള്ളവർ. അത് കണ്ണല്ല, തേങ്ങയായിരുന്നു. അതാണ് ഞാൻ ആലോചിച്ചത്. ഇത്ര ചെറിയ മീനില് ഇത്ര വലിയ കണ്ണാന്ന്. അതിന് തലയെടുത്ത് മാറ്റി. അതാണ് ഞാനും ആലോചിച്ചത്. അത് ഞാൻ ആലോചിച്ചു വന്നപ്പോഴാണ് നീ പെട്ടെന്ന് പറഞ്ഞത് തേങ്ങയാണെന്ന്. അതെ ഫസ്റ്റ് നമുക്ക് ഇവിടെ പോവാം. അവള് പറഞ്ഞു ഇവിടെ ആക്കാൻ പോയാൽ അവിടെ വെച്ചെടുക്കാമെന്നോ. മേവയില ആണോ? ഗൈസ്, ഇതാണ് നമ്മളെ മൊട്ടപ്പൻ. ഹലോ മൊട്ടെ, നമുക്ക് നോക്കണ്ട. എന്റെ പൊന്നാണ്, സുന്ദരനാണ്. അങ്ങ് അവൻ പെട്രോൾ അടിക്കുന്ന നോക്കിയാണ്. അപ്പാച്ചി അടിച്ചു ഗൈസ്. ശരിയാണല്ലേ, അപ്പാച്ചി. എന്റെ അപ്പാച്ചി കാണിച്ചോടാ. മൊട്ടെ നോക്കടാ, മൊട്ടെ. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ഒരു നോട്ടം തന്നെ നോക്കിയത്. ഈ ചൂ തരുവോ പ്ലീസ്, പ്ലീസ്. ഗായ്സ്, നമ്മള് മൊട്ട. നമുക്ക് 1 വയസ്സായെന്ന് പറ. അല്ല, ഇന്നല്ല, നമുക്ക് 1 വയസ്സാവാൻ പോണെന്ന് പറ. 28 യെസ് ഗൈസ്, നമ്മള് മൊട്ടയ്ക്ക് 28 ആകുമ്പോ എനിക്ക് 1 വയസ്സാവും. 1 വയസ്സാവും അല്ലേ? 1 വയസ്സാകും. 1 വയസ്സാവും. ഹായ് ഗൈസ്, സബ്സ്ക്രൈബർ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഹായ് ഗൈസ്, പറയൂ. എന്താണ് സബ്സ്ക്രൈബർ അടുത്ത് പറയാനുള്ളത്? പറ. ഹായ് ഗൈസ്, പറയൂ മിസ്റ്റർ, പറയൂ മൊട്ടെ. എന്റെ കൊച്ചിന്റെ യഥാർത്ഥ പേര് പറഞ്ഞു. എന്റെ കൊച്ചിന്റെ യഥാർത്ഥ പേരാണ് ഓസിൽ. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇത് നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ?
എന്തരാ എന്റെ കൊച്ചിനെ ആരും കണ്ടുവിടരുത്. അല്ലാതാ ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. അയ്യോ ബട്ടൺ സൂര്യ. എടി ഇവ ഇടയ്ക്കിടയ്ക്ക് ഒരു നോട്ടം നോക്കണം. ഞാൻ തർജിമ ചെയ്ത് തരാം ഗൈസ്. ഹലോ ഗൈസ്, എന്റെ 4 പല്ല് കണ്ടോ ഗൈസ്? അല്ലേ 4 പല്ലേ ഉള്ളൂ. ഞാൻ തർജിമ ചെയ്ത് തരാം. ഇനി പറയടാ ഞാൻ തർജിമ ചെയ്യാം. എന്റെ കൊച്ചിന്റെ ഉടുപ്പൊക്കെ ഞാൻ നേരെ ഇട്ട് കൊടുക്കട്ടെ. ഇവളെ എന്റെ ഉടുപ്പിൽ എന്തിനാണ് പിടിക്കുന്നത് അല്ലേ? പറയടാ. ഇവിടെ നിങ്ങൾ ഇരിക്കുന്നത് പറയടാ. എന്തോന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് വരുന്നില്ല. അവിടെ ആരുണ്ട്? ഇവിടെ ആരും ഇല്ല. ചുമ്മാ നോക്കിയതാണ്. എന്റെ പുതിയ ഷൂ കാണിച്ചോടോ. ഷൂ താഴെ എവിടെ പോണു നീ? ഷൂ ഗൈസ്, എന്റെ പുതിയ ഷൂ. അത് ഷൂവിന്റെ പുറം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പുതിയ ഷൂ. ക്യാമറ താക്കടി അപ്പൊ കാണാം. ഇതാണ് നമ്മുടെ മുട്ടയുടെ പുതിയ ഷൂ. യെസ്, ദിസ് ഈസ് അവർ ന്യൂ ഷൂ. നമ്മൾ ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ട് പ്രമാണിച്ച് പുതിയതായിട്ട് വാങ്ങിയതാണല്ലേ. എന്റെ മുട്ടയുടെ കാറും ഉണ്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ തലകുത്തനെ കിടക്കുന്നത്. എന്റെ ഉമ്മായി ഉണ്ട് ബേക്കിലല്ലേ? എന്റെ ഉമ്മായി ഉണ്ട് ബേക്കില് അല്ലേ? ഡാ മൊട്ടെ, മൊട്ടെ. യോ ഇപ്പൊ മുട്ടയല്ല കേട്ടാ. നമ്മൾ മുട്ട അടിച്ച സമയത്താണ് ഗൈസ് നമ്മൾ മുട്ടയെന്ന് വിളിച്ചോണ്ടിരുന്നത്. പക്ഷെ എന്റെ കൊച്ചിന്റെ തലയിൽ ഇപ്പൊ മുടി വന്ന സോ നിങ്ങൾ ആരും ഇപ്പൊ അപ്പച്ചി അടിച്ചു. സോ നിങ്ങൾ ആരും ഇനി മുട്ടയെന്ന് വിളിക്കരുത്. ഇനി എന്നെ മുട്ടയെന്ന് വിളിക്കുന്നവര് 10 വരെ എണ്ണിപ്പിക്കുമെന്ന് പറ. തിരിഞ്ഞിരുന്ന് പറഞ്ഞു ഗൈസ്. നിങ്ങൾ ആരും ഇഷ്ടമല്ല, ആരും ഇഷ്ടമല്ലേ? എന്നെ മാത്രമാണ് എന്റെ കൊച്ചിന് ഇഷ്ടമാണ്. ഞാൻ വിളിച്ചപ്പോ എന്റെ അടുത്ത് വേണ്ട, അങ്ങനെ വിളിക്കണ്ട ഗൈസ്. എന്റെ അടുത്ത് വരും, നോക്കുന്നുണ്ട്. എന്താ ആലോചിക്കുന്നു? ഇവളെന്തോ ചെയ്യുന്നു ഇവിടെ? കഷ്ടം ഇത്. എനിക്കത് പുറത്തു ഇഷ്ടമായോണ്ട് ഇവളൊക്കെ എന്നെ മുതലെടുക്കുകയാണ്. ഫോൺ പിടിക്കുന്നു. ഹലോ മൈ ഗൈസ്, ദിസ് ഈസ് അവർ ലിറ്റിൽ വ്ലോഗ്. This is our little vlogger Motta. I am from signing off Motta. Cat എന്നാണ് പറഞ്ഞത്. വാങ്ങിക്കോടെ Cat എന്ന് പറയടാ. താത്ത ഇപ്പോൾ താത്ത താത്താന്ന് താത്ത. അയ്യോ എന്നെ കൊല്ലല്ലേ. താത്താന്ന് വിളിയടാ. എടാ താത്താന്ന് വിളിയടാ. നീ തീർന്നു ഗൈസ്, നമ്മളെ പിങ്കി ചാക്കർ വന്നു. അവിടെ നിന്നിട്ട് ഒരുങ്ങിയാണ് അവള് കാണിക്കട്ടെ. മാളുവിന് നാണമാണ് ഗൈസ്. പക്ഷെ എന്റെ കൊച്ചിന് നാണമില്ലല്ലേ? എന്റെ സുന്ദരൻ നാണല്ല. ഇഷ്ടമായി ഇതൊക്കെ. അപ്പൊ നമ്മൾ അവന്റെ ഫോട്ടോഷൂട്ട് എടുത്ത് അവന്റെ വണ്ടി എടുത്ത് പുറത്തേക്കാൻ പോവുകയാണ്. നമ്മള് മൊട്ട വണ്ടിയിലിരുന്ന് ഭയങ്കര ചിരിയാണ് അവിടെ. എന്താടാ നിനക്ക് ഇവിടെ പ്രശ്നം? വണ്ടിയുടെ ഫ്രണ്ടൊക്കെ ആസ്വദിക്കുകയാണ്. പിങ്കി ചക്കർ അവിടെ നിന്ന് ഫോൺ വിളിക്കുകയാണ് ഗൈസ്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഫ്ലോപ്പായ പോണവൻ രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ മതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ട ഇവിടം വരെ വന്നിട്ട് അവ പിടിച്ചു പോയി. പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. ഗൈസ്, ഇത് ഫുള്ള് ടാസ്ക് ആണ് ഗൈസ്. പമ്പ് കൊണ്ടുവന്നില്ല അവള്. ഇതിന് പമ്പ് കൊണ്ടുവരാൻ മാറി. ഗൈസ്, മുട്ട ഇവിടെ തിന്നാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. മുട്ടയ്ക്ക് കുറുക്ക് കൊടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്.
നമ്മള് മൊട്ടച്ചൻ അവിടെ ഭയങ്കരമായിട്ട് ബിസിയാണ്. മൊട്ടച്ചൻ അവിടെ ഭയങ്കര ഇതിലാണ്. പിങ്കി അവിടെ കളിപ്പിക്കുകയാണ് ഗൈസ്. പക്ഷെ അവൻ മൈൻഡ് ചെയ്യുന്നില്ല, അതാണ് സത്യം. ഗൈസ്, ഇന്ന് നമ്മളെ ഫോട്ടോഷൂട്ടൊക്കെ കുളമായിപ്പോയി ഗൈസ്. സംഭവം എന്തെന്ന് വെച്ചാൽ മഴ നമ്മളെ ചതിച്ചു അല്ലേ മൊട്ടയുടെ വിഷമത്തിലാണ്. കൊട്ടിയും പ്ലേറ്റും കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അല്ലേടാ മൊട്ട ഇപ്പൊ ഗ്ലാസ് വലിച്ച് തറയിലിട്ടേനെ ഗൈസ്. ഇതൊരു പോലും സത്യം അവിടെ വെയ് മൊട്ട വാടാ ഗൈസ് ഫോട്ടോഷൂട്ട് കുളമായിപ്പോയി. മൊട്ടയ്ക്ക് ഇവിടെ ഭയങ്കര കുഴപ്പം ഗൈസ്. ഗൈസ് നമ്മള് ഇപ്പം പോയി മൊട്ട വാടാ വീഡിയോ എടുക്കാടാ വാടാ. നീ ആരടി ഗൈസ്? എന്റെ അടുത്ത് ഭയങ്കര കാര്യമാണ് മൊട്ടയ്ക്ക്, പക്ഷെ ഇപ്പം മൊട്ട ഭയങ്കര ബിസിയാണ്. അത്രക്കായല്ലേ എന്റെ അടുത്ത് കാര്യമാണ് ചോദിച്ചു നോക്ക്. മൊട്ട എന്റെ കാര്യല്ലേ? നീ ആരടി? ഓ ഞാൻ കുത്തോട്ടില്ല. അടി കൂടെ സോറി, ഇവിടെ അതിന്റെ പ്രവേശനമില്ല. നമ്മളെ ഫുഡ് വന്നു. ഇത് ലെബനീസ് ഷവർമ, ഇത് ടർക്കിഷ്, ഇത് മെക്സിക്കൻ. സോറി, ഇത് മെക്സിക്കൻ, ഇത് ഷവർമ. എന്തൊക്കെ ഒരു ഫ്ലേവർ ആണ് മെക്സിക്കൻ. ഫോട്ടോഷൂട്ട് നടത്തുന്നു. ഇതെല്ലാം ഒരേപോലെ എടുക്കാൻ പറഞ്ഞു ഗൈസ്. അടിച്ചു തിന്നണത് എല്ലാം ഒരേപോലെ ഇരിക്കും ഗൈസ്. പിങ്കി പോണോ ഗൈസ്? ബൈ, ടാറ്റാ, നാളെ കാണാവേ. ഞാൻ പൊക്കളാച്ചിയിൽ പോവുകയാണ്. എല്ലാവർക്കും ബൈ ബൈ. ഞാൻ ഇനി കാണാം. പൊക്കളാച്ചിയിൽ പോയിട്ട് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കാണാം. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.